ഹലോ, വിഷു അല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് കൊന്നപ്പൂ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ച മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രാഫ്റ്റ് കടയിലൊക്കെ ഈ റോസാപ്പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നൊരു മെറ്റീരിയലുണ്ട്. അതിൻ്റെ മഞ്ഞ കളറാണ് ഞാൻ എടുത്തത്. ഇതിന് പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരേ അളവിൽ കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പേപ്പറിൽ പൂ വരച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കാണുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ക്രാഫ്റ്റ് കടയിൽ കിട്ടും. എല്ലാവർക്കും അറിയാമല്ലോ, പൂവൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ. അതിനുശേഷം ഈ പൂവും മൊട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഈ പൂ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോസാപ്പൂവിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ, അതിലോട്ട് ഈ ഒരു സാധനം കെട്ടിവെക്കും. അതിനുശേഷം 2 ഇതളുകൾ എടുക്കും കേട്ടോ, എന്നാലേ കുറച്ച് കട്ടി കാണത്തുള്ളൂ. ഇതിനൊട്ടും കട്ടിയും ഇല്ല, ലൈറ്റ് കളറും ഇല്ല. അതുകൊണ്ട് കളർ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഇത് ഉപയോഗിച്ചത്. അതിനുശേഷം ആ ഒരു ഗ്രീൻ ടേപ്പ് കൊണ്ടിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കും. അതിനുശേഷം ഇനി നമുക്കത് അറേഞ്ച് ചെയ്തെടുക്കാം. ഇത് കാണുന്നവർക്കൊന്നുമല്ല കേട്ടോ, കുറച്ച് അധികം നേരത്തെ പരിപാടിയാണ്. പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത് വിഷുവിന് കണി കാണാനായിട്ട് വെക്കുമ്പോഴത്തേനും. അത് മാത്രമല്ല, നമ്മൾ കടയിൽ തിരക്കുമ്പോൾ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. ഈ മെറ്റീരിയൽസ് എല്ലാം കൂടെ എനിക്ക് 100 രൂപയ്ക്ക് അകത്തേ ആയുള്ളൂ. പക്ഷേ പൂവായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് ആവും. ഈ വിഷു ഇനി വന്ന് അടുത്ത് 2 ദിവസം കൂടി ഉള്ളൂ. അപ്പം ആർക്കെങ്കിലുമൊക്കെ സമയമുണ്ട്, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ഇല്ലേ, അവരോട് പറഞ്ഞാൽ മതി, അവർ ഹെൽപ്പ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ശരി, ബൈ.